നമ്മൾ ഇപ്രാവശ്യം പുതിയൊരു വർക്കിന് വേണ്ടിയിട്ട് പൈപ്പെല്ലാം ഇറക്കി റെഡിയാക്കിയിട്ടുണ്ട്. അത് കാണുന്ന 3-1.5 4 രണ്ടെല്ലാം പിന്നെ അപ്പോളോയും മുക്കാലിൻ്റെ പൈപ്പ് ടാറ്റയുടെ പൈപ്പാണ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വർക്ക് ഇതായി കാണുന്ന പിന്നെ പഴയ മോഡൽ തറവാട് വീട് പൊളിച്ചടുക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫുള്ള് ഇതിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ പൊളിച്ച് റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ 3-4 പാർട്സായിട്ടാണ്. കാരണം ഓരോ ഭാഗം കാരണം മഴയുടെ ഒരു ഇതുള്ളതുകൊണ്ട് ഓരോ ഘട്ടമായിട്ടാണ് നമ്മൾ പൊളിച്ച് റെഡിയാക്കുന്നത്. ആദ്യമായിട്ട് ടോപ്പിലെ പീസ്. അപ്പോൾ ആ ഭാഗം നമ്മൾ ആദ്യം തന്നെ പൊളിച്ച് എടുക്കുകയായിരുന്നു. അപ്പം അത് 4 കോടിയായിട്ടുണ്ടായിരുന്ന ഭാഗം നമ്മൾ ആനവാൻ സെറ്റപ്പിലേക്കാണ് പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം പിന്നെ മെയിൻ്റെനൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആനവാൻ ശൈലിയിലേക്ക് ചെയ്യുന്നത്. കാരണം മൂലയോടിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. കാരണം അവരും കൂടി നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മൊത്തം അത് പൊളിച്ചെടുക്കി ആനവാൻ ടൈപ്പിലേക്കാകുന്നത്, എ ഷേപ്പ് ടൈപ്പിലേക്കാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പിന്നെ പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്ന അപ്പോളോയുടെ കഴുക്കോല് കാര്യങ്ങളെല്ലാം അപ്പോളോ പട്ടികയായിട്ട് നമ്മൾ ടാറ്റയുടെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റയുടെ പൈപ്പ് യൂസ് ചെയ്യാൻ കാരണം പിന്നെ ഇതിന് ഓടിന് ഈർപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലം പട്ടികയുടെ ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏരിയ പിന്നെ ടാറ്റ യൂസ് ചെയ്യുന്നത്. കാരണം നനവടിച്ചാലും പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം ഫുള്ള് പുതിയ ഓടാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ പാത്തി പുതിയ ഓടാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ നിലമ്പൂർ ഓട് ആണ് ഇതിന് വേണ്ടിയിട്ട് ഫുള്ള് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ ഉള്ള ഓട് എന്ന് പറഞ്ഞാൽ 5-8 കമ്പനി ഓടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഫുള്ള് പുതിയ ഓട് കയറ്റാന്നുള്ള പ്ലാനിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഓടിനും അതേപോലെ നമ്മൾ 2 കോട്ട് പെയിൻറ്റ് താഴെ തന്നെ അടിച്ചിട്ടാണ് നമ്മൾ കയറ്റി വെക്കുന്നത്. കാരണം ഇത്രയും ഉയരത്തിലായതുകൊണ്ട് രണ്ടാമത് കയറി അടിക്കലൊക്കെ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നിലത്ത് തന്നെ നമ്മൾ അടിച്ചിട്ട് കയറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവർ കട്ടിങ്ങൊന്നും അവിടെ വരുന്നില്ലല്ലോ, മൂലയോട് വെക്കേണ്ട ഒരു സംഭവം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുള്ള് നമ്മൾ താഴെ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാർട്സ് പൊളിച്ച് കഴിഞ്ഞ അവിടെ തന്നെ നമ്മളിനി രണ്ടാമത്തെ ഏരിയ നമ്മൾ പൊളിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ഏരിയ ഒരു കിച്ചണൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആടെ ഒരു പകുതി ഭാഗം മച്ചുണ്ട്, ബാക്കി മച്ച് ഇല്ല. ബാക്കി ഭാഗത്ത് മച്ചിന് ശേഷം കംപ്ലൈൻ്റായിട്ട് പൊളിച്ച് കളഞ്ഞാൽ അവിടെ ഇതേപോലെ തന്നെ നമ്മൾ പൊളിച്ചടക്കിയിട്ട് മൊത്തം ഇറക്കുകയാണ് ചെയ്യുന്നത്. ആ ഏരിയ ഇതേപോലെ തന്നെ 4 കോടിയായിരുന്നു. അതിന് നമ്മൾ 2 പിന്നെ എ ഷേപ്പിലേക്ക് മാത്രം മാറ്റിയെടുക്കുകയാണ്. കാരണം ഓട് മുറിച്ച് വെക്കണ്ട എന്നുള്ളതും പിന്നെ എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം മയിലിൻ്റെ എല്ലാം പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. അപ്പം മയിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഓട് പൊട്ടുന്ന ഇവർ പറയുന്നത്. അപ്പം പിന്നെ ഓട് പൊട്ടിക്കഴിഞ്ഞാൽ മൂലയോടിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് സംഭവം പിന്നെ കാണാൻ വൃത്തിയൊക്കെ പിന്നെ 4 കോടിയായിട്ട് ചെയ്യുന്നത് തന്നെയാണ്, പിന്നെ 4 ചെരുവിലേക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള പൊട്ടലും റിസ്ക് ഒന്നും വേണ്ടല്ലോ എന്നുള്ള വിചാരത്തിൽ ചെയ്യുന്നതാണ്. അവരുടെയും കൂടി നിർദ്ദേശപ്രകാരമുള്ള പരിപാടിയാണ്. അപ്പം ഇതിന് ബോർഡർ പൈപ്പൊക്കെ വെക്കുന്ന പൈപ്പെല്ലാം, അതായത് പുറമേ കാണുന്ന പൈപ്പെല്ലാം ടാറ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പട്ടിക എല്ലാം ടാറ്റ തന്നെയാണ്. കഴുക്കോലിൻ്റെ മാത്രം ആണ് പിന്നെ നമ്മൾ അപ്പോളോയുടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ പൈപ്പും തന്നെ 16 ഗേജിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടാറ്റയുടെ പൈപ്പ് പിന്നെ 14ആണ്. നമ്മുടെ രണ്ടാമത്തെ ഏരിയയും ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴയുള്ളതുകൊണ്ട് നമ്മൾ ഓരോ മൊത്തത്തിൽ ഒന്നിച്ച് പൊളിച്ച് തീർക്കാണ്ട് ഓരോ ഏരിയ ആയിട്ട് പൊളിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്നിച്ച് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ മഴയെങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കുളമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്ന് തീർത്തിട്ട് അടുത്ത് ചെയ്യാന്നുള്ള കണക്കൂട്ടൽ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഓടെല്ലാം നമ്മൾ ആദ്യം തന്നെ പൊളിക്കുന്നതിന് മുമ്പ് ഫുള്ള് ഓട് 2 കോട്ട് പെയിൻ്റ് അടിക്കാനെല്ലാം അടിച്ച് വെച്ചിട്ടാണ് നമ്മൾ പണി തുടങ്ങുന്നത്. അതുപോലെ തന്നെ പ്രൈമറെല്ലാം അടിച്ച് കഴുക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പൊളിക്കുന്നത്. ഓടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ ഓടാണ്. എല്ലാം ഡബിൾ പാത്തിയുടെ നല്ല അടിപൊളി ഓടാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓടിൻ്റെ കേസ് തന്നെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒത്തിരി ആളുകളോട് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ്. കാരണം പിന്നെ നിലമ്പൂർ ഓടിൻ്റെ പണി ഞാൻ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പം ഒത്തിരി ആൾക്കാരോട് ഇതുപോലെ അഭിപ്രായമെല്ലാം ചോദിച്ച് പിന്നെ കുറേ കമ്പനി നോക്കിന്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ ഇതിനെക്കാട്ടും വില കൂടിയ ഓടുകളുണ്ട്. അത് നല്ല പക്ഷേ അത്രയും കൂടി ബഡ്ജറ്റ് വരുന്നോണ്ട് അതിനനുസരിച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിംഗിൾ പാത്തി ലീക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ പാത്തി മെയിനായിട്ട് മാറ്റിയിട്ടത്. ഇതിൻ്റെ അകത്ത് ഈ ഫ്രണ്ട് പോർഷനൊക്കെ ഉള്ള ഓടൊക്കെ കുറേയൊക്കെ നല്ലതാണ്, വളപട്ടണം ഓടൊക്കെ ആയിരുന്നു. പക്ഷേ മാറ്റുമ്പോൾ എന്നാൽ പിന്നെ മൊത്തത്തിൽ മാറ്റിയേക്കാം, തിരിഞ്ഞെടുക്കണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മൊത്തം ഒരുപോലെ തന്നെ ആക്കിയത്. കാരണം അതെല്ലാം സിംഗിൾ പാത്തി ആയിരുന്നു. അപ്പോൾ അത് എല്ലാം ചേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെയുള്ള പഴയ വീടുകളൊക്കെ പിന്നെ നിലനിർത്തുന്നത് പിന്നെ എന്താ പറയണ്ടത്, കാണാൻ നല്ല അടിപൊളി. കാരണം പിന്നെ ഇതുപോലെ പൊളിച്ച് ഒരു വാർപ്പ് വീടൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ കുളിർമയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതിൻ്റെ അടിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വർക്കിനെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറമ്പിൽ ഏതെങ്കിലും ഒരു മൂലക്ക് പോയിട്ട് വിശ്രമിക്കലാണ്. ഇപ്പോൾ ഇത് പൊളിച്ചിട്ട് പോലും ഇതിൻ്റെ അടിയിൽ ആ മച്ചിൻ്റെ അടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിരുന്നു ഇതിൻ്റെ വർക്കിൻ്റെ ടൈമിലുമാണല്ലോ. അതുപോലെ മുറ്റത്ത് നല്ല അടിപൊളി മാവൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു അന്തരീക്ഷമുള്ളൊരു വീടാണ്. അപ്പോൾ അവരത്
പിന്നെ പൊളിച്ച് കളയാണ്ട് നിലനിർത്തി എടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ബഡ്ജറ്റ് വരുന്നതാണ്, കാരണം പിന്നെ എളുപ്പത്തിൽ, കാരണം അതുപോലെ നല്ല ബഡ്ജറ്റ് ഇറക്കി തന്നെയാണ് അവർ ചെയ്യുന്നത്. കാരണം തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വെക്കാനാണെങ്കിൽ പഴയ ഓട് ഇട്ടിട്ട് പിന്നെ അപ്പോളോടെ പൈപ്പൊക്കെ വെച്ച് ചെയ്ത് തന്നെ, ഇത് എല്ലാം ഡബിൾ പാത്തി ഓട്, അങ്ങനെ ഓടിന് 2 കോട്ട് പെയിൻറ്റ്, പൈപ്പിന് 2 കോട്ട് പെയിൻറ്റ്, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിനി വരാന്തയുടെ ഒരു ഭാഗം കൂടി ബാക്കിയുള്ളൂ, അതും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീടിനൊരു വേറെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഓടിന് പെയിൻറ്റ് നമ്മൾ സാധാ ഓടിനടിക്കുന്ന അതേ കളർ തന്നെ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതാണ് ഏറ്റവും ലാസ്റ്റിങ് കിട്ടുന്ന കളറും. കാരണം വേറെ ഏതെങ്കിലും കളർ അടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കൊണ്ട് ഫെയ്ഡായി പോകും. ഇതാകുമ്പം ഫെയ്ഡായി കഴിഞ്ഞാലും അത്ര പെട്ടെന്ന്, അതായത് ഓട് വെള്ളം കുടിക്കില്ല, അതാണ് പെയിൻറ്റ് അധികം കുടിക്കില്ല. മറ്റ് കളർ പെട്ടെന്ന് വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പെയിൻറ്റ് ഓട് വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കളർ മനസ്സിലാകാത്തൊരു ഇതിലേക്ക് പോകും. അപ്പോൾ ഒരു മങ്ങിയൊരു കളറിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇപ്രാവശ്യം പൊളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോയിൽ പുറകു വശത്തൊരു ചെറിയ ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആ ഷെയ്ഡ് ഉണ്ടായിട്ടില്ല, അത് പിന്നെ ഒരു മൊത്തത്തിൽ ലുക്ക് വന്നോട്ടെന്ന് വെച്ചിട്ട് അവിടെ ഒരു 2 ഓടും കൂടി കൊടുത്തിട്ട് ഒരു ലുക്ക് നേരത്തെ ആദ്യം പൊളിക്കുന്നതിന് മുമ്പ് അത്രയും ഉണ്ടായിട്ടില്ല. അപ്പം ഈ കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പൊതുവേ ഫുൾ വീഡിയോകളൊക്കെ കൂടുതലും നമ്മൾ യൂട്യൂബിൽ ചാനലിലാണ് ഇടാറുള്ളത്. ഫേസ്ബുക്കിൽ പരസ്പര വീഡിയോ ഫുൾ വീഡിയോ ഇടൽ കുറവാണ്. റീൽസിൽ മോഡലിൽ ചെറിയ 1 മിനിറ്റൊക്കെ വീഡിയോകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇത് പിന്നെ നമ്മൾ പാർട്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വർക്കിൻ്റെ ഭാഗങ്ങളൊക്കെ, കാരണം വർക്ക് സ്ഥിരമായിട്ട് വർക്ക് തന്നെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ തന്നെയല്ലേ. പിന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്, പിന്നെ അധികം ദൂരോട്ടൊന്നും നമ്മളങ്ങനെ പോക്കില്ല, ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യലുള്ളൂ. കാരണം ഈ ഏരിയയിൽ തന്നെ നമുക്ക് എടുത്താൽ തീരാത്ത വർക്കുകൾ ഉണ്ട്. പിന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവർ പരമാവധി വാട്സപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ചില സമയത്ത് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒത്തിരി കോളുകളൊക്കെ വരാറുണ്ട്, അപ്പോൾ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പിന്നെ പരമാവധി നമ്മൾ കോൾ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. ചില സമയത്ത് കാരണം ഒത്തിരി വന്ന് വരുമ്പോൾ നമുക്ക് ഡിലേ വരാറുണ്ട്.